കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇന്ന് ദശാവതാരത്തിലെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരാണ് ചാർത്തിയിരിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ കൂർമാവതാര രൂപത്തിലാണ് നിൽക്കുന്നത്. നല്ല കൗതുകത്തില് അരയ്ക്ക് കീഴ്പ്പെട്ട കൂർമ്മത്തിന്റെ രൂപത്തിലും അരയ്ക്ക് മേപ്പെട്ട് മഹാപ്രഭുവിന്റെ രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. അരയ്ക്ക് കീഴ്പ്പെട്ട കൂർമ്മത്തിന്റെ രൂപത്തിൽ ഇവിടെ പുറന്തോടൊക്കെ നാല് കാലൊക്കെ ആയിട്ട് ആ കൂർമ്മത്തിന്റെ ആകൃതിയിൽ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൂർമാവതാരമൂർത്തി നാല് കൈകളോട് കൂടിയിട്ടാണ്. ശംഖചക്ര ഗതാപത്മത്തോടുകൂടി, ശംഖും ചക്രത്തിന്റെ അവിടെ സ്വർണത്തിന്റെ കൊടുത്തിട്ടുണ്ട്. ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. പത്മം ഒരു താമരപ്പൂ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗതാപത്മത്തോടുകൂടി പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് കൂർമാവതാരമൂർത്തിയായിട്ട് ശ്രീലകത്ത് നിൽക്കണം. നല്ല ഭംഗിയായിട്ട് ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിവിന്റെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, നല്ല കൗതുകമുള്ള പുഞ്ചിരിയാണ്. അങ്ങനെ ശംഖചക്ര ഗതാപത്മത്തോടുകൂടി കൂർമാവതാരമൂർത്തിയായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നിൽക്കുകയാണ്. നല്ല കൗതുകത്തില് പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിന്റെ മുകളിൽ ആ വെളുത്ത അന്ത്യാർവട്ട് പൂവും തെച്ചിപ്പൂവായിട്ട് ഒരു തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തില് വനമാല ചാർത്തിയിട്ടുണ്ട്. തുളസിയും തെച്ചിയായിട്ട് ഇടകട നല്ല ഭംഗിയുടെ തടിച്ച് ഉരുണ്ട ഒരു വനമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ അലങ്കാരം. അങ്ങനെ കൂർമാവതാരമൂർത്തിയായിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ടെന്ന ശ്രീലകത്ത് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകത്തിൽ അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. എല്ലാം ഒരുപോലെ ഇങ്ങനെ നല്ല രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത്. എല്ലാം താമരപ്പൂ, താമര കുറച്ചും ബാക്കിയെല്ലാം തുളസിയായിട്ട്, കണ്ണൻ്റെ പ്രിയപ്പെട്ട തുളസിപ്പൂവായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി, ഞങ്ങളെ അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി. ഒറ്റക്കിരിക്കുമ്പോൾ ഇടയ്ക്കു രാധ കാലൊന്നിളക്കും കടകം കിലുക്കും, ആരോ ഒരാളീ വക ചേഷ്ട നോക്കി കാണുന്നതുണ്ടായിടുമെന്നു നന്ദി. മുണ്ടൊന്നഴിക്കും, മുടിയൊന്നു കെട്ടും, കാപ്പൊന്നു കയറ്റും, ചിരിയൊന്നു തൂകും, ജനാലയിൽ കൂടെ ഇടയ്ക്ക് നോക്കും, ഇതിൻ്റെ എല്ലാം പൊരുളെന്തു രാധേ. മിന്നാമിനുങ്ങാണത് പീലിയല്ല, കാറ്റിൻ്റെ യൂത്താണത് വേണുവല്ല, ഹാ കൂരിരുട്ടാണത് കൃഷ്ണനല്ല, നീയോർത്തതൊക്കെ പിഴയാണു രാധേ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ കൂർമാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരു കുട്ടി കൂർമാവതാരം അങ്ങനെയായിട്ട് തോന്നും. അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ കൂർമാവതാരമൂർത്തിയെ മനസ്സിൽ സ്മരിച്ചിട്ട് വീണങ്ങട് നമസ്കരിക്കുക. കണ്ണൻ്റെ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി പുഞ്ചിരി തൂകി ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് കൂർമാവതാരമൂർത്തി ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് ആ രൂപം മുഖത്തേക്ക് നോക്കി, ആ പുഞ്ചിരി തൂക്കണ മുഖത്തേക്ക് നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.